നമസ്കാരം. കോതമംഗലത്തെ അൻസിൽ കൊലക്കേസിൽ പ്രതി അദീന നടത്തിയ ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചെന്ന് പോലീസ്. വിഷം അകത്തു ചെന്ന് അൻസിലിന്റെ ശ്വാസകോശത്തിന് പൊള്ളലേൽക്കുകയും കരളും വൃക്കയും അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ഇതാണ് മരണകാരണം. നിലവിൽ കാക്കനാട് വനിതാ ജയിലിൽ തടവിലുള്ള അദീനയെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നറിയാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. പാറശാലയിലെ ഗ്രീഷ്മയുടെ ക്രൂരതയ്ക്ക് സമാനമാണ് ഈ സംഭവമെന്നാണ് പോലീസ് പറയുന്നത്. വിശദ ചോദ്യം ചെയ്യലിൽ കേസിൽ മറ്റു പ്രതികളുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കും. അൻസിലിനെ കൊലപ്പെടുത്താൻ അദീന 2 മാസം മുൻപ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. വ്യാഴാഴ്ച രാത്രി അൻസിൽ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ CCTV ക്യാമറ എടുത്തുമാറ്റി. ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തു. വീട്ടിൽ CCTV ക്യാമറ ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകളും നശിപ്പിച്ചു. മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ എന്നാണ് സൂചന. മറ്റൊരു കാമുകനും അദീനയ്ക്കുണ്ടെന്ന സൂചനയുണ്ട്. ഇയാൾ നിലവിൽ ജയിലിലാണ്. ജയിൽ മോചിതനായി ഇയാൾ എത്തുന്നതിന് മുൻപ് അൻസിലിനെ കൊല്ലുകയായിരുന്നു ലക്ഷ്യമെന്നാണ് സൂചന. അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ 31 പുലർച്ചെയാണ് അൻസിൽ എത്തിയത്. അൻസിൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ശീതളപാനീയത്തിനൊപ്പം വിഷവും ചേർത്തു. വിഷം അകത്ത് ചെന്ന ഉടൻ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അൻസിൽ സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. അൻസിലിന്റെ വീട്ടുകാരി അദീനയാണ് വിളിച്ചത്. അൻസിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നാണ് അദീന എല്ലാവരോടും പറഞ്ഞത്. തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അൻസിലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വിവാഹിതനും 2 മക്കളുടെ പിതാവുമായ അൻസിൽ അവിവാഹിതയായ അദീനയുമായി 2 വർഷമായി അടുപ്പത്തിലായിരുന്നു. അൻസിൽ മർദ്ദിച്ചതായി ആരോപിച്ച് 2 മാസം മുൻപ് അദീന കോതമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു. 2 ആഴ്ച മുൻപ് അദീന ഈ കേസ് പിൻവലിച്ചു. പണം നൽകാമെന്ന അൻസിലിന്റെ വാഗ്ദാനത്തെ തുടർന്നാണ് പരാതി പിൻവലിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇത് നൽകാത്തതിനെ തുടർന്ന് അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും വഴക്കുണ്ടായി. തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അൻസിലിന്റെ ഭാര്യയോടും അദീന പണം ചോദിച്ചിരുന്നതായാണ് വിവരം. ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ അൻസിൽ പോലീസിന് നൽകിയ മരണമൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. അദീന തനിക്ക് വിഷം തന്നുവെന്നായിരുന്നു അൻസിലിന്റെ മൊഴി. മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോലീസിനെയും അൻസിലിന്റെ വീട്ടുകാരെയും അദീന വിവരം അറിയിച്ചത്. ആത്മഹത്യാ ശ്രമം എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. എന്നാൽ അപ്പോഴും ബോധമുണ്ടായിരുന്ന അൻസിലിന് ആംബുലൻസിലേക്ക് കയറ്റാൻ എടുക്കുമ്പോൾ ബോധം തിരിച്ചു കിട്ടി. ആംബുലൻസിൽ കയറ്റുന്നതിനിടെ അദീനയാണ് വിഷം നൽകിയതെന്ന് പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു. ഇതോടെയാണ് അദീനയുടെ പങ്ക് വെളിപ്പെട്ടത്. അൻസിലിന്റെ മൊബൈൽ ഫോൺ അദീന വീടിന് സമീപത്ത് കാട് പിടിച്ച സ്ഥലത്തേക്ക് ഇറങ്ങിയിരുന്നു. പോലീസ് കണ്ടെടുത്ത ഈ ഫോണിൽ നിന്നും അദീനയുടെ ഫോണിൽ നിന്നും നിർണായക തെളിവുകളും പോലീസിന് ലഭിച്ചു. അന്വേഷണത്തിൽ മാസങ്ങൾക്ക് മുൻപ് അദീന കോതമംഗലം ചെറിയ പള്ളിത്താഴയിലുള്ള കടയിൽ നിന്ന് കീടനാശിനി വാങ്ങിച്ചതായുള്ള സുപ്രധാന തെളിവ് ലഭിച്ചു. മാലിപ്പാറയിൽ അദീനയുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് അപ്രത്യക്ഷമായതായും കണ്ടെത്തി. ശാസ്ത്രീയ തെളിവെടുപ്പിന് ശേഷമാണ് പോലീസ് അദീനയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിൽ പാരക്വേറ്റ് എന്ന കീടനാശിനി അകത്തു ചെന്നതാണ് മരണകാരണമെന്ന് തെളിഞ്ഞു. ആസൂത്രിത കൊലപാതകമാണെന്നും ഹാർഡ് ഡിസ്ക് ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും കോതമംഗലം SHO PT ബിജോയ് പറഞ്ഞു.